ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതെ ഈസിയായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള റവ കസ്റ്റാർഡ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് ഒരു മിക്സിയും സോസ് പാനും ഉണ്ടെങ്കിൽ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം വേണ്ടത് റവയാണ്. ഞാനിവിടെ ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. റവ എടുക്കുമ്പോൾ വറുത്തതായിരുന്നാലും വറുക്കാത്തതായിരുന്നാലും ഏതായാലും കുഴപ്പമില്ല. ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് വറുത്ത റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. ഞാനിവിടെ 1/4 കപ്പ് ഇളം ചൂടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാല് ചേർത്ത് കൊടുക്കുമ്പോൾ ഇളം ചൂടുള്ള പാല് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ആദ്യം ഞാനിവിടെ ഒരു 1/4 കപ്പ് പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചതിന് ശേഷം ഒരു 1/2 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ റവ എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് വരും. ഇതിപ്പോൾ കുതിരാൻ വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. റവയെല്ലാം നന്നായിട്ട് തന്നെ ഇവിടെ കുതിർന്ന് ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചിട്ടെടുക്കണം. അതിനായി ഒരു മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ റവയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. റവയുടെ മിക്സ് ഫുള്ളായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് കസ്റ്റാർഡ് പൗഡറാണ്. 1/4 കപ്പാണ് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. വാനില ഫ്ലേവറിൻ്റെ കസ്റ്റാർഡ് പൗഡറാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കസ്റ്റാർഡിന് പൗഡറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലോറോ അതുപോലെ മൈദ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നാൽ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് ഓയിലാണ്. ഫ്ലേവറില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണും താഴെ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് പാലും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാലെടുക്കുമ്പോൾ ഇളം ചൂടുള്ള പാൽ വേണം ഇതിൽ എടുക്കാനായിട്ട്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് അടിച്ചിട്ടെടുക്കാം. ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ബാറ്റർ ഫുള്ളായിട്ടും ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ടുള്ള ബാറ്ററായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ച് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ടോട്ടൽ ഞാനിവിടെ 1/4 കപ്പ് പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും നട്ട്സ് ചേർത്ത് കൊടുത്താലും മതിയാകും. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി എടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മൈദയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ അടിയിലേക്ക് പോയി തങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നത്. മൈദയിലോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയിലോ വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഇതുപോലുള്ള ഒരു സോസ് പാനിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്ക് ടിന്നിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതിലേക്ക് എല്ലാ ഭാഗത്തും ഒന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ചതിന് ശേഷം അതിലേക്കും കൂടെ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഫുള്ളായിട്ടും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ബാറ്റർ ഫുള്ളായിട്ടും ഒഴിച്ചതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്തും കൂടെ എടുക്കാം. അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കാം. അതിനായി ഒരു പഴയ പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇനി ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വേണം നമുക്ക് റെഡിയാക്കുന്ന പാൻ വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഒരു 3 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അതിന് ശേഷം ഒന്ന് സെറ്റായി വന്നതിന് ശേഷം ചെറുതായിട്ടൊന്ന് സെറ്റായി വന്നാൽ മതിയാകും. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അത് താഴേക്ക് താഴ്ന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് സെറ്റായി വന്നതിന് ശേഷം വേണം ടൂട്ടി ഫ്രൂട്ടി അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ ഒരു 3 മിനിറ്റ് ആയപ്പോൾ ഞാനിവിടെ അടപ്പൊന്ന് തുറന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. താല്പര്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി അടച്ച് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് മുതൽ ഒരു 25 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കണം. ഇതിൻ്റെ അടപ്പിൽ ഹോൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പർ എന്തെങ്കിലും കൊണ്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇതിപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇത് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കാം. ക്ലീനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബേക്ക് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്ത് എടുക്കേണ്ടതാണ്. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. സൈഡൊന്നും വിടിവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഈസി ആയിട്ട് തന്നെ പാനിൽ നിന്നും ഇളകിപ്പോരും. ഇനി നമുക്കിതിൻ്റെ ബട്ടർ പേപ്പറും കൂടെ മാറ്റിയതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം. നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റുമായിട്ടുള്ള കേക്കാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കി എടുക്കാനും പറ്റും. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ. എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.